നമസ്കാരം. സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം. 894 അയോനി ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം, ഉത്ഭവം, ഇരിപ്പിടം ഇതൊക്കെയാണ് യോനി എന്നുള്ള അവസ്ഥ. എന്തിൽ നിന്നാണോ നമ്മൾ വന്നത്, നിർഗമിച്ചത് എന്തിൽ നിന്നാണോ, യോ എന്നുള്ള അർത്ഥം എന്തിൽ നിന്നാണോ അതാണ് യോനി. നമ്മൾക്ക് എവിടെ നിന്നാണോ വരുന്നത് അത് യോനി. അപ്പൊ ദേവിക്ക് അങ്ങനെ വരേണ്ട ആവശ്യമില്ല, കാരണമാവേണ്ട ആവശ്യമില്ല. ദേവി സ്വയം പറയണ്ട. നമ്മൾ എത്രയോ തവണ നമ്മളൊക്കെ ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നല്ലാതെ ദേവി വേറൊന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഉത്ഭവിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ അവതാരങ്ങൾ എടുക്കുമ്പോൾ മകളായിട്ട് ജനിച്ചു, ഹിമവാന്റെ മകളായിട്ട് ജനിച്ചു, അതൊക്കെ താൽക്കാലികമായിട്ട് ധരിക്കുന്ന രൂപങ്ങളാണ്. താൽക്കാലികമായിട്ടാണ്. ദേവി പരാശക്തി എന്ന് പറയുന്നത് പ്രകൃതി പരമേശ്വരി, ലളിതാ പരമേശ്വരി ഒരിക്കലും എവിടെ നിന്നും ഉത്ഭവിച്ചോളല്ല. അവളിവിടെ നിറഞ്ഞു നിൽക്കുന്നവളാണ്, പൂർണ്ണയാണ്. അത് ഒന്നിനും അതിന് കാരണമായിട്ട് പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലതവണ. അപ്പൊ അത് നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ അറിയാം. ഇപ്പോ ഈ വിഷ്ണുവിന്റെ കയ്യിലെ ശംഖ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നാദമാണ്. ഈ ശംഖിന് യോനിയുടെ ആകൃതിയാണല്ലോ ശംഖിന്റെ വായിക്ക്. പൂജയ്ക്കൊക്കെ എടുക്കുമ്പോഴും ഇതൊക്കെ നാദമാണ് ഏറ്റവും ആദ്യത്തെ കാരണം. ബിഗ് ബാങ് തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിന്റെ യോനിയാണ്. അതിൽ നിന്നും ആണെല്ലാം, നാദത്തിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത് എന്നുള്ള തത്വം ആണ്. ഞാൻ നേരത്തെ നമ്മുടെ ദേവിയുടെ ആയുധങ്ങൾ എടുക്കുമ്പോഴും വിഷ്ണുവിന്റെ ആയുധങ്ങൾ എടുക്കുമ്പോഴും എല്ലാ ആയുധങ്ങളും ഓരോ കൺസെപ്റ്റാണ്, തത്വങ്ങളാണ്. ദേവിയുടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. വിഷ്ണുവിന്റെ ആണെങ്കിലും ശിവന്റെ ആണെങ്കിലും ഈ തൃശ്ശൂരടക്കമുള്ള എല്ലാ ആയുധങ്ങളും ഓരോ കൺസെപ്റ്റ്സ് ആണ്. കുറെയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ത്രിഗുണങ്ങൾ, ത്രിഗുണാത്മകമാണ് പ്രകൃതി, അത് തൃശ്ശൂലാണ്. മൂന്നും കൂടി ചേർന്ന് ഒന്നാവുക, അതാണ് തൃശ്ശൂലത്തിന്റെ ആകൃതി ഉണ്ടാവുന്നത്. അങ്ങനെ മൂന്ന് ചേർന്ന് ഒന്നാവുന്ന പലതും ത്രിമൂർത്തികൾ, ത്രിഗുണങ്ങള്, അങ്ങനെ കുറെ അധികം സംഭവങ്ങളുണ്ട് മൂന്ന് ചേർന്ന് ഒന്നാവുന്നത്. ഇതിനു മുമ്പ് ചർച്ച ചെയ്താണ് ആ മൂന്നിന്റെ കാര്യം. അപ്പൊ അവിടെയൊക്കെ ഓരോ ആയുധവും ഓരോ കൺസെപ്റ്റാണ്, ഓരോ തത്വമാണ്. ആ ആയുധം കാണുമ്പോൾ തത്വത്തെയാണ് മനസ്സിലാക്കുന്നത്. വിശേഷേണ ഗ്രഹ്യത. അത് കാണുമ്പോൾ, വിഗ്രഹത്തെ കാണുമ്പോൾ അത് വിശേഷമായിട്ട് അതിന് ഓരോന്ന് ആയുധങ്ങളെ മനസ്സിലാക്കണം, അതിന്റെ രൂപത്തെ മനസ്സിലാക്കണം, ഉടുത്തിരിക്കുന്ന പട്ടിനെ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ സൗകര്യം പോലെ ഉടുപ്പിക്കുന്ന പട്ടല്ല. ആ ചരിത്രത്തില് ആ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ പട്ടെന്താണ്, അല്ലെങ്കിൽ ആ വസ്ത്രം എന്താണ്, ഇതൊക്കെ അടക്കം ഇതെല്ലാം ചേർന്ന് അത്രയും ഗുണങ്ങൾ ചേർന്ന ഒരു രൂപത്തെയാണ് ദർശിക്കുന്നത്. നമുക്കതൊന്നുമില്ല, നമുക്ക് കാര്യം പറയൽ മാത്രമേ. കാര്യം ഇപ്പൊ എന്നോട് ചോദിക്കും, തിരുമേനി പറഞ്ഞിട്ട് അങ്ങനെ കാര്യം പറയണ മോശമാണോ പറയണേന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും ചോദിക്കരുത്. പക്ഷേ ഈ അവിടെ ചെല്ലുമ്പോ ആദ്യം ആ ഗുണങ്ങളെ മനസ്സിലാക്കണം. കാര്യം പറഞ്ഞോളൂ, ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞോളൂ, പരീക്ഷ ജയിക്കണമെന്ന് പറഞ്ഞോളൂ, കുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞോളൂ, കല്യാണം നടക്കണമെന്ന് പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞോളൂ, തെറ്റൊന്നുമില്ല. അതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ട അതിനപ്പുറത്തേക്കുള്ള കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതിനാണ് ക്ഷേത്രം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ശരീരത്തിന്റെ മറ്റൊരു സിമ്പിളാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. ഓരോ അവയവങ്ങൾക്കും ഓരോ സ്ഥാന, ഗോപുരങ്ങൾ, കാല്, കൈ, അങ്ങനെ തുടങ്ങി പലതും പലതായിട്ട് ആണ് പറയുന്നത്. അത് ക്ഷേത്രാചാരങ്ങളെ കുറിച്ചൊക്കെ ഒരു ചർച്ച നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ശരീരം തന്നെയാണ്, അകത്തിരിക്കുന്ന ആത്മാവാണ് വിഗ്രഹം. നമ്മുടെ ഐഡന്റിറ്റിയാണ് ആ വിഗ്രഹം എന്ന് പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഉപദേവതാ സങ്കല്പം പോലും അങ്ങനെയാണ്. വിഷ്ണു ക്ഷേത്രത്തിലെ ഗണപതി സങ്കല്പമല്ല ശിവക്ഷേത്രത്തിലെ ഗണപതി സങ്കല്പം. കാരണം അകത്തിരിക്കുന്ന മൂർത്തിയുടെ സ്വഭാവവിശേഷങ്ങൾ ഉപദേവന്മാരെ പോലും സ്വാധീനിക്കും. ഗണപതി എല്ലാം ഒന്ന് എന്ന് വിചാരിക്കാൻ പറ്റില്ല. വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഗണപതിയുടെ സങ്കല്പമായിരിക്കില്ല. കാരണം അകത്തിരിക്കുന്ന മൂർത്തി ആ വൈഷ്ണവായിട്ടുള്ള ആ ഏത് ഗുണത്തെയാണോ കാണിക്കുന്നത് ആ ഗുണത്തിന് ചേർന്ന ഉപദേവന്മാരായിരിക്കും ആ ക്ഷേത്രത്തിൽ ഉണ്ടാവുക. പരിവാരങ്ങളായിരിക്കും ആ ക്ഷേത്രത്തിൽ ഉണ്ടാവുക. പരിവാരങ്ങളൊക്കെ എല്ലാവരുടെയും ഗുണങ്ങളെ അകത്തിരിക്കുന്ന മൂർത്തി സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉപദേവത തന്നെ അതേ ഗുണത്തോടു കൂടിയുള്ള ഉപദേവതയല്ല മറ്റൊരു ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന ഉപദേവത. ഇപ്പൊ ശിവക്ഷേത്രത്തിൽ വിഷ്ണു ഉപദേവനാണെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ ശിവൻ ഉപദേവനാണെങ്കിലും രണ്ട് സങ്കല്പം. ശിവൻ ശിവനല്ലേ എന്നല്ല, അല്ല. അത്രയ്ക്കൊന്നും പോകണ്ട.
ഇപ്പൊ നമുക്ക് അത്രയ്ക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാവും. എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, അകത്തിരിക്കുന്ന മൂർത്തി ആണ് നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്റെ ശരീരം. അപ്പൊ ഉപദേവതാ സങ്കല്പങ്ങളൊക്കെ ഓരോ ഗുണങ്ങളാണ് ഓരോ ഉപദേവത. അപ്പൊ എന്റെ ശരീരത്തില് ഞാൻ എന്റെ ഗുണങ്ങളല്ല വേറൊരാളുടെ ശരീരത്തിൽ അയാളുടെ ഗുണങ്ങൾ. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. അപ്പൊ അയോനിയാണ് ദേവി, കാരണമൊന്നും ആവശ്യമില്ലാത്തവൾ. ഇതിന് ആധാരം ഇരിപ്പിടം എടുത്താൽ എന്താ അർത്ഥം? ഇരിപ്പിടം ആവശ്യമില്ല ദേവിക്ക്. ദേവിക്ക് എവിടെയെങ്കിലും പൊസിഷൻ ഒന്ന് ഇരുത്തണം ഇല്ല. നമുക്ക് അങ്ങനെ എല്ലാവരും ഇരുത്താം. മരിച്ചാൽ എന്താണ്, തിരുവേനി മരിച്ച് കാരണവന്മാരൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് ആരും ഇരുത്താനൊന്നും പറ്റില്ല. വിഷ്ണുവിനെ കൊണ്ട് ഇരുത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ വിഗ്രഹത്തില് നമ്മൾ പൂജിക്കുമ്പോൾ ആ ചൈതന്യ വിശേഷം അതിലുണ്ടാവണം. ആ ചൈതന്യ വിശേഷം വിഗ്രഹമായിട്ട് ചേർന്നിരിക്കണം. അത് ആ വിഗ്രഹത്തിൽ തന്നെ ഇരിക്കുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞാൽ ആ ചൈതന്യ വിശേഷം അവിടെയൊക്കെ ഉണ്ടാവും. അതിനകത്ത് കെട്ടിയിടാൻ പറ്റി, അത് കെട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. കൃഷ്ണനെ കൃഷ്ണ വിഗ്രഹത്തിൽ കെട്ടിയിടാൻ പറ്റും, ഇരുത്തി എന്നാണ് പറയുന്നത്. കാരണം അവിടെ പോയി ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറയും. ഇരുത്തിയ ആൾ പറയും ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് വിളിക്കരുത്, ഇരുത്തിന്റെ ഫലം ഉണ്ടാവും, അങ്ങോട്ട് വന്നോളെ. കെട്ടിയിട്ടിരിക്കുകയാണ് കാരണവന്മാരെ. നടക്കില്ല. ഒരാളെ ഒന്നിലും ബന്ധിക്കാൻ സാധിക്കില്ല. നിങ്ങളെ ബന്ധിക്കാൻ സാധിക്കും? ബന്ധിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ആരെ ഒന്നിലും ബന്ധിക്കില്ല. ആ സാന്നിധ്യം ഇവിടെ ഞങ്ങൾ നിങ്ങളെ ഒരു നദീതടത്തിലെ കിഴക്കോട്ടൊഴുകുന്ന പുഴയുടെ തീരത്ത് ഞങ്ങൾ നിങ്ങളെ ഉപാസിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് ഞങ്ങളുണ്ട്. കാരണം ശുദ്ധമായിട്ട് ക്ഷേത്ര സങ്കേതത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ ശുദ്ധമായ ഒരു സങ്കേതത്തിലാവുമ്പോൾ, വളരെ പവിത്രമായ സങ്കേതത്തിലാവുമ്പോൾ അവർക്ക് വന്ന് കൈക്കൊള്ളാൻ എളുപ്പമുണ്ട്. നമ്മുടെ വീട്ടിലാവുമ്പോൾ പലതരം മാലിന്യങ്ങളൊക്കെ ഉണ്ടാവാം. വേണ്ട രീതിയിലൊക്കെ ശുദ്ധമായിട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കാം. അപ്പൊ പുഴയുടെ തീരങ്ങളിലൊക്കെ പോയി ചെയ്യാം. അതിനായിട്ട് പ്രത്യേക സങ്കല്പമുള്ള സാന്നിധ്യമുള്ള, അവർക്ക് വരാൻ സൗകര്യമുള്ള ക്ഷേത്രങ്ങൾ വേറെ സങ്കല്പിച്ചിട്ടുണ്ട്. തിരുനാവായുണ്ട്, ചേലാമിറ്റം, അങ്ങനെ കുറെ ക്ഷേത്രങ്ങൾ, തിരുനെല്ലി, രാമേശ്വരം ഒക്കെ. അതിൻ്റെതായ കാരണങ്ങളുണ്ട് അങ്ങനെയാവാൻ. ഇപ്പൊ തിരുനാവായൊക്കെ മാമാങ്കം നടന്ന അനേകമായിരം ആത്മാക്കളുടെ ബലി അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ആത്മാക്കളുടെ സാന്നിധ്യമുള്ള, കാരണം അത്രയധികം രക്തം വീണ സ്ഥലം അത്. അപ്പൊ അതിനകത്ത് ആത്മാക്കൾക്ക് വരാൻ കൂടുതൽ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ എന്നാണ് സങ്കല്പം. ഞാൻ കണ്ടിട്ടില്ല ആത്മാക്കളെ. തിരുനാവായ ഇത്ര ആത്മാക്കളെ എനിക്കറിയുമെന്ന് ചോദിച്ചാൽ അത് ഉണ്ടെന്നാണ് വിശ്വാസവും സങ്കല്പം. അതുപോലെ ചേലാമറ്റം കിഴക്കോട്ട് ഒഴുകുന്ന നദിയുണ്ട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മറ്റു നദികളിലെ ചേലാമറ്റത്തിൽ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിന് ഓരോന്നിനും ഓരോ വിശേഷം. തിരുനെല്ലി എന്ന് പറഞ്ഞാൽ പാപനാശിനിയാണ്. ബ്രഹ്മാവിന്റെ ദോഷങ്ങൾ തീർത്ത സ്ഥലം എന്നാ പറയാം. ബ്രഹ്മാവ് തപസ്സിരുന്ന സ്ഥലം പാപനാശിനി എന്നാ പറയാം. എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ട് ഇരുത്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അവരെ സ്മരിച്ച് ചെയ്യാൻ പറ്റുന്ന പുണ്യ സങ്കേതങ്ങളാണ്. അത്രയേ ഉള്ളൂ. ചേലാവരത്ത് കൊണ്ടിരുത്തി, തിരുനെല്ലിയെ കൊണ്ടിരുത്തി, തിരുനാവായ കൊണ്ടിരുത്തി, അങ്ങനെ ഇരുത്താനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിശ്വസിക്കണമില്ല. അങ്ങനെ ഇരുത്താൻ നിങ്ങളെ അങ്ങനെ ഇരുത്താൻ പറ്റും? നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി നിങ്ങൾ വിട്ടിട്ടോളൂ, ഇനി എന്താ വെച്ചാൽ ഇവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? മറ്റേ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് എന്തോ പറയാത്തേ ഉള്ളൂ. അപ്പൊ ദേവി അയോനിയാണ്, യോനി നിലയാണ്. യോനി ആകുന്ന സ്ഥാനമാണ് ദേവി. എല്ലാത്തിന്റെയും ഉത്ഭവം അതിൽ നിന്നാണ്. ദേവിക്ക് പ്രത്യേകിച്ച് ഉത്ഭവം ആവശ്യമില്ല. പക്ഷെ മറ്റെല്ലാം ഉത്ഭവിച്ചത് അവിടെ നിന്നാണ്. എല്ലാത്തിനും കാരണം അവിടെ നിന്നാണ്. അതാണ് യോനി നിലയം. അപ്പൊ അയോനിയാണ് ദേവി, യോനി നിലയവുമാണ്. എല്ലാത്തിന്റെയും കാരണമായവൾ, മറ്റെല്ലാത്തിന്റെയും ഉത്ഭവമായവൾ പ്രകൃതിയാണ്. പ്രകൃതീശ്വരിയാണ്, ലളിതാ പരമേശ്വരിയാണ്, പരാശക്തിയാണ്. ബാക്കിയെല്ലാം എവിടുന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടുന്ന് ഉണ്ടായി. ഇത് എവിടുന്ന് ഉണ്ടായി? അതിനങ്ങൾ ഉണ്ടാവണം എന്നൊരു ലക്ഷണമില്ല. അത് സ്വയം ഉണ്ടായതാണ്. അതുണ്ട്. ഉണ്ടായതെന്ന് പറയാനും പറ്റില്ല, അതുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഉണ്ടായി എന്ന് പറയുമ്പോൾ ജനിച്ചൊരു സമയമുണ്ട്, അങ്ങനെയല്ല. അതുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്, എല്ലാ കാലത്തും എക്സിസ്റ്റിംഗ് ആണ്.
ഈ കാലത്ത് തുടങ്ങി ഈ കാലം വരെ ഇതൊന്നും പറയാൻ പറ്റില്ല. തുടങ്ങിയാൽ അവസാനിക്കണം. അപ്പൊ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായാൽ ഇല്ലാതെയാവണം. അപ്പൊ അത് ഉണ്ട് എപ്പോഴും. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു കാരണമോ കാലമോ അതിനൊരു അവസാനമോ ഒന്നുമില്ല. അതെന്നും ഉണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു നിലയവുമാണ് അത് മറ്റുള്ളവർക്കൊക്കെ എത്താൻ, മറ്റുള്ളവരൊക്കെ ഉത്ഭവിച്ച സ്ഥലം. ഇപ്പൊ നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയും, സ്വയം തിരിച്ചറിവ്, ഞാൻ ആരാ എന്ന ബോധം, ഞാൻ എന്ന ബോധം, അത് ദേവിയാണ്. എല്ലാത്തിലും ഒരേ സമയത്ത് സ്ഥിതി ചെയ്യാൻ ദേവിക്ക് പറ്റും. പക്ഷെ നമുക്ക് ദേവിയിൽ നിന്നും ഉത്ഭവിച്ച് ദേവിയുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ. അപ്പൊ അറിവെടുത്തോളൂ, ദേവി ജ്ഞാനമാണ് എന്ന് എടുത്തോളൂ. ജ്ഞാനം എവിടുന്ന ഉണ്ടായ അക്ഷരാണ്, അത് ക്ഷരല്ല, നാശല്ല, എല്ലാ കാലത്തും അത് അങ്ങനെയുണ്ട്. നമുക്കത് നമ്മള് കഷ്ടപ്പെട്ട് നമ്മളിൽ സൃഷ്ടിക്കണം. അപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ആ അക്ഷരത്തെ, അറിവിനെ, ജ്ഞാനത്തെ നമ്മൾ സമ്പാദിക്കണം. എല്ലാ കാലത്തും ഉണ്ട് അറിവ്. ഇപ്പൊ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് ആണ്, പ്രീ എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ അതിനെ നീക്കി ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ റിസോഴ്സിനെ വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിച്ചു, അത്രേ പറയാൻ സാധിക്കുള്ളൂ. നിലവിലുണ്ടായിരുന്ന വിഭവങ്ങളെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരിണമിപ്പിക്കാൻ സാധിച്ചു. അതിന് പറക്കാനും നടക്കാനും ഓടാനും ആ ചക്രം അങ്ങനെ പലതും നമ്മള് ആ നേരത്തെ ആ റിസോഴ്സ് ഉണ്ട്. ഈ കറക്കം, നമ്മൾ ചക്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ കറക്കമുണ്ട്, ഭ്രമണമുണ്ട്, ഗോളങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നുണ്ട്, ഗോളാകൃതിയുണ്ട്. അതൊക്കെ പ്രീ എക്സിസ്റ്റിംഗ് ആണ്. നമ്മളത് കണ്ടെത്തുന്നത് ഇന്ന സമയത്താണെന്ന് മാത്രം. റിസോഴ്സിനെ നമ്മൾ നമുക്ക് വേണ്ടി പരിണമിപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ യോനി നിലയോ ദേവി തന്നെയാണ്. കൂടസ്ഥ, ഏറ്റവും നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്നത്, എന്ന് നമ്മൾ പറയുന്നത് പരമാനന്ദത്തെ അനുഭവിക്കുന്ന, ഏത് സമയത്തും സന്തോഷം നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ആത്മാവ്. പക്ഷെ അത് അങ്ങനെ അല്ല നമ്മൾ അനുഭവപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാ? മായ കൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. മഹാമായ ദേവി തന്നെയാണ്. ആ ദേവി മായ കൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മറ്റൊരാളുടെ വേദന നമുക്ക് വേദനയായിട്ട് തോന്നില്ല. അതെന്റെ ബാധ്യതയല്ല അങ്ങനെ വിചാരിക്കുന്നത് ഉണ്ട്. മായത്തിൽ കുറഞ്ഞ ആൾക്കാർ എന്റെ ഇല്ലെന്നല്ല. പക്ഷെ മായ എന്ന് പറയുമ്പോൾ എന്റെ സന്താനങ്ങള്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, അതൊന്നും കാര്യമില്ലാത്തവരുണ്ട്. എങ്കിലും എന്റെ എന്നുള്ള തോന്നലല്ല മായ. നമ്മൾ ചർച്ച ചെയ്താണ് മായയെ കുറിച്ചൊക്കെ. അപ്പൊ മായ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സഹജീവനം ഉണ്ടാവില്ലായിരുന്നു, സഹവർത്തിത്വം ഉണ്ടാവില്ലായിരുന്നു, പരസ്പരം വേണം എന്നുള്ള തോന്നൽ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ മായ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാണ് നമ്മള് സഹജീവികളായിട്ട് വർദ്ധിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ജന്തുക്കള് പോലും, ഈ മരങ്ങള് പോലും അടുത്ത തലമുറ ഉത്പാദിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഫലങ്ങൾ ഉണ്ടാവണേ. ഇപ്പൊ മരത്തിന് മായയില്ലെങ്കിൽ അടുത്ത തലമുറയുടെ ആവശ്യം എന്താ? ഫലങ്ങളില്ല. ഇപ്പൊ മരങ്ങളുടെ മായയാണ് അതിന്റെ ഫലം. കാരണം അടുത്ത തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഫലങ്ങളെ ഉത്പാദിപ്പിക്കുന്നത്. അത് വിതരണം ചെയ്യാൻ അതിൻ്റെതായ മാർഗങ്ങൾ അത് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സസ്യലതാദികൾക്ക് പോലും മായയുണ്ട്. അപ്പൊ ഈ മായ കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതി പൊതിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലത്തെ പൂർണ്ണമായ ആനന്ദം മായ കൊണ്ട് പൊതിഞ്ഞിരിക്കണു. പൂർണ്ണമായും മായ കളപ്പോ ഈ ദേവി മഹാത്മ്യം കിട്ടാനുള്ള കാരണം എന്താ? ജനങ്ങളോടുള്ള മായ തന്നെയാണ്. അഗസ്ത്യന് ജനങ്ങളോടുള്ള മായ തന്നെയാണ്. മായ കളയാതെ തന്നെ ആ ആനന്ദത്തെ അനുഭവിക്കാം. സ്വാർത്ഥത കളഞ്ഞാൽ മതി. മായയിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥത, ഞാൻ എന്ന ഭാവത്തെ കളഞ്ഞാൽ മതി.
അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ കൂടസ്ഥയാണ് ദേവി നമ്മുടെ ഉള്ളില് പൂർണ്ണമായ അചഞ്ചലമായ ആനന്ദമായി നിറവായി നിൽക്കുന്നുണ്ട്. അതൊരിക്കലും നശിക്കില്ല. സന്തോഷമൊക്കെ പോയി തരും ഇനി എന്ന് പറയാൻ സന്തോഷം അങ്ങനെ പോവില്ല. പോയത് മായ കൊണ്ടുള്ള വിഭ്രാന്തികളാണ്. അതുകൊണ്ട് സന്തോഷം ഇല്ലെന്ന് അനുഭവപ്പെടാം. ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ പോവാം. രോഗം തന്നിട്ടുണ്ട്, പക്ഷെ രോഗത്തിൽ നമുക്ക് പരിഭവം തീർന്നു. അയ്യോ അസുഖം, അയ്യോ അസുഖം, അയ്യോ അസുഖം എന്ന് പറഞ്ഞ് ശരീരത്തെ ക്ഷീണിപ്പിച്ച് മനസ്സിനെ ക്ഷീണിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർ. നമ്മൾ രോഗം അറിയുന്നതും രോഗം അറിഞ്ഞതിന് ശേഷമുള്ള വ്യക്തിയുടെ അവസ്ഥ കണ്ടാ അറിയാം. രോഗം അറിയുന്നത് വരെ ഒരവസ്ഥ, രോഗം അറിഞ്ഞതിന് ശേഷം മറ്റൊരവസ്ഥ, രോഗിയായി ഇപ്പൊ. അങ്ങനെ ആവണമെന്നില്ല, നിർബന്ധമില്ല. രോഗത്തെ അംഗീകരിച്ചാൽ മതി. ഇതൊരു പ്രാരാബ്ധമാണ്, തീരുമ്പോ തീരട്ടെ വിചാരിച്ചാൽ മതി. ഇപ്പൊ തീർന്നാത്ര സന്തോഷം, 10 കൊല്ലം ഇരുന്ന് അതും സന്തോഷം. എന്ത് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു? വിചാരിക്കാൻ പറ്റണം. ദേവി അങ്ങനത്തെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. രോഗം തന്നു, പക്ഷെ അതിനെ നേരിടാനുള്ള മനസ്സും തന്നു. കൂടസ്ഥയാണ് 896-ാമത്തെ നാമം. നമുക്ക് ചർച്ച തുടരാം. നമസ്കാരം.